ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അറിയട്ടെ, എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കുമ്പം ഒരുപാട് പേരുടെ സുഖങ്ങൾ നഷ്ടപ്പെട്ട ഒരു ഒരു സംഭവം നമ്മുടെ ലൈഫിലുണ്ടായി. ശരിക്കും അവരുടെ ദുഃഖത്തിൻ്റെ കൂടെ പങ്കുചേരാം, അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മാക്സിമം നമ്മൾ ശ്രമിക്കുക, അവർക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ നല്ല ഒരുപാട് വിഷമത്തോടെയാണ് കേട്ടോ പറയുന്നത്. കാരണം ചിലപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൽ അവരും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മളൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അവരെ ഓർക്കാതിരിക്കാനായിട്ട് പറ്റില്ല. അതിൻ്റെ നല്ലൊരു വിഷമമുണ്ട്, പക്ഷെ നമുക്ക് മുന്നോട്ട് ജീവിച്ചേ മതിയാവൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു ഒരു കറിയാണ് കേട്ടോ വെക്കുന്നത്. ചൂരമീൻ കൊണ്ട് അടിപൊളി ഒരു മീൻകറിയാണ് വെക്കുന്നത്. നല്ല നാടൻ സ്റ്റൈലിൽ ഒരു മുളകൊക്കെ ഇട്ടൊരു അടിപൊളി ഒരു മീൻകറിയാണ് വെക്കുന്നത്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ വാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മളൊരു ചട്ടി വെച്ച് ചൂടാക്കുന്നു. ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കുകയാണ്. ചട്ടി ചൂടാക്കി വെള്ളമെല്ലാം വറ്റി എന്ന് ഉറപ്പായപ്പോൾ നമ്മളതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കിന് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു. അത് കടുകെല്ലാം പൊട്ടി റെഡിയായിട്ട് വന്നപ്പോഴത്തേക്കിന് നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ കടുക് വറുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ കടുക് വറുക്കാനായിട്ട് നമ്മളതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു, പൊട്ടിച്ചിട്ട് കൊടുത്തു. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ച ചുവപ്പ് മാറുന്ന വരെ ഒന്ന് വരട്ടി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 2-3 ഉണ്ടമുളകാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റും മണമൊക്കെ വരും അതിന്. ഉണ്ടമുളകിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ചെറിയുള്ളിയാണ്, ഒരു 10-12 ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് വരണ്ട ഒരു കുഴമ്പ് പരുവം പോലെ ആവുന്ന വരെ ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ഈ ചെറിയുള്ളിയുടെ ആ ഒരു ചുവപ്പ് നിറമൊക്കെ മാറി വരുമ്പോഴത്തേക്കിന്, ചുവപ്പ് നിറമൊക്കെ ആകുമ്പോഴത്തേക്കിന് ഒരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാം നല്ല വെന്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ വരട്ടൽ പ്രോസസ്സിങ് നടക്കട്ടെ. നമുക്കപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ, സാങ്കേതികമായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ. കാരണം സ്റ്റോറേജ് സ്പേസിൻ്റെ ഇഷ്യൂ. അപ്പോൾ ഇത് ഞാൻ ഉമ്മയുടെ ഫോണിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കുക്കിംഗ് മാത്രമല്ലല്ലോ, നമ്മൾ സംസാരിക്കുന്നുണ്ട്, വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളോടൊക്കെ സംസാരിക്കാൻ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണം കേട്ടോ. നിങ്ങൾ കമൻസ് ഒക്കെ ഇടുക. നല്ല വിഷമമുണ്ട്, കമൻസ് ഒന്നും ഇടാത്തതിൽ നല്ല വിഷമമുണ്ട്. കാണുന്ന ഒരാളെങ്കിലും ഒരു കമൻസ് ഇട്ടിട്ട് ഭയങ്കര സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കൂടുതലും എൻ്റെ സ്റ്റാർട്ടിങ്, നമ്മളൊക്കെ ബിഗിനേഴ്സ് യൂട്യൂബേഴ്സ് അല്ലേ. അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ വാപ്പാണ് കേട്ടോ എനിക്ക് കമൻസ് ഇട്ട് ഈ ഇമോജീസ് ഒക്കെ ഇട്ടിട്ട് ഒരു സപ്പോർട്ടൊക്കെ തരുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു മൈ ഡിയർ ഫാദർ. അപ്പോൾ നിങ്ങളും ഇതുപോലെ സപ്പോർട്ടൊക്കെ ചെയ്യുക. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒരു കമൻ്റ് ആയാലും ഒരു 5 ലൈക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഗൈസ്. പിന്നെ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഓരോ വീഡിയോസിലും വ്യൂവേഴ്സിനെ ഞാൻ നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ 0 പോയിൻ്റാണ്. കാരണം വളരെ കുറച്ച് പേര് മാത്രമാണ് കാണുന്നത്. ബാക്കി കൂടുതലും പുതിയ ആളുകളാണ്. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുമുണ്ട്, അവർക്കൊക്കെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ എന്താണ് പ്രശ്നം? ഒരു പക്ഷേ അവരുദ്ദേശിച്ച വൈബിലുള്ള ഒരു ഹൈപ്പിലുള്ള ഒരു കണ്ടന്റ് ആയിരിക്കില്ല. നമ്മൾ അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ. നമ്മൾ സാധാരണ നോർമൽ യൂട്യൂബേഴ്സ് ആണ് കേട്ടോ, ബിഗിനേഴ്സ് അല്ലേ. അപ്പോൾ ഇത്ര വരെ എത്തിയത് വളരെ സന്തോഷം. നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സും വളരെ വളരെ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. കീപ് യുവർ സപ്പോർട്ട്സ്. അപ്പം എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഇങ്ങനെ കൊണ്ടുവരിക. ഒരു 500 1K ഒക്കെ ആകാനുള്ള ഒരു അതിയായൊരു ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വരണ്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാല, അതായത് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഒരു 3 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ
മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ഞാനൊരു 3 കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും വെള്ളത്തിൻ്റെ അളവ് ഇത് ഞങ്ങൾക്ക് ഇവിടെയൊക്കെ നല്ല കടൽ പോലെ നീന്തി കുടിക്കുന്ന രീതിയിൽ വേണം കറിക്ക് ഗ്രേവി ഉണ്ടാവാനായിട്ട്. അപ്പം നല്ല രീതിയിൽ നമ്മൾ ഗ്രേവി ക്ക് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ പുളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇവിടെ ഒരു ട്രിക്ക് പറഞ്ഞുതരാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പുളി നമുക്ക് പെട്ടെന്ന് സോക്കായി കിട്ടാനൊക്കെ ആയിട്ട് ഉമ്മ ചെയ്യുന്നത് ചെറിയ ടപ്പയിൽ പുളി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. അപ്പം നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും, പുളിയൊക്കെ ഇറങ്ങുകയും ചെയ്യും. അപ്പം ഒരു 2, 3, 4 പീസ് പുളി ആവശ്യത്തിനനുസരിച്ചിട്ട് പുളി, ഉപ്പ്, എരിവ്, പിന്നെ എണ്ണ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക. ചിലർക്ക് കുറവ് മതി, ചിലർക്ക് അതിലും കൂടുതലൊക്കെ വേണം, അങ്ങനെ. അപ്പം നമ്മളിത് ഒരു പാകത്തിനുള്ള രീതിയിലാണ് ചെയ്തു വരുന്നത്. നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മളൊന്ന് അത്യാവശ്യം ഇളക്കി കൊടുത്തിട്ട് നല്ല തിളച്ച് ഇത് എല്ലാം സത്തും ഇങ്ങനെ ഇറങ്ങി വരണം കേട്ടോ ഈ കറിയിൽ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തു. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ കറി പെട്ടെന്ന് തിളച്ച് വരും. നമുക്കിതിലേക്ക് ചൂരമീൻ, ഇത് ഉമ്മി പുളിവെള്ളം പിന്നെ ഈ മഞ്ഞൾപ്പൊടിയിലൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് കുറേ നേരം ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലേ, നമുക്കിവിടെ കിട്ടുന്നതാണ്. എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മീനുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇത് നമ്മൾ ഇളക്കാനൊന്നും പാടില്ല. ഞങ്ങളുടെ ഉമ്മയൊക്കെ ആണെങ്കിൽ ഈ ചട്ടി ഇങ്ങനെ ചുറ്റിച്ചാണ് എടുക്കുന്നത്. മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തവി ഇടുന്ന പരിപാടിയൊന്നുമില്ല, അത് സ്പൂൺ ഇടുന്ന പരിപാടിയൊന്നുമില്ല. അപ്പം നമുക്ക് അത് അറിയാത്തതുകൊണ്ട് പിന്നെ എനിക്ക് അസിസ്റ്റൻ്റ് ഒന്നുമില്ല, ക്യാമറ ഫോണിൽ വീഡിയോ എടുക്കാനായിട്ട് അസിസ്റ്റൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഒരു കൈ കൊണ്ട് എടുക്കുക, അപ്പോൾ എല്ലാം കാണിക്കുന്നത്. പിന്നെ നമുക്ക് വെക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് സൗകര്യമൊന്നും ഇവിടെ ഇപ്പോൾ ഇല്ല കേട്ടോ. നിലവിൽ പോണതൊക്കെ കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഇടുവാടേ. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീനെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇളക്കൽ വരെ ചെറുതായിട്ട് തവി വെച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചിട്ട് കൊടുക്കാം എന്നല്ലാതെ നമ്മൾ ഇതിൽ വേറൊന്നും ചെയ്യണം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ട് തിളയൊക്കെ വന്ന് സത്തും ഒക്കെ ഇറങ്ങുക. അപ്പം ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക. പിന്നെ നല്ല തിളച്ച് നമുക്കൊരു പരുവായി ഇവരെല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കിന് നമുക്കിനി പാത്രം തുറക്കുമ്പോൾ നല്ല മണവും ആ ഉണ്ടമുളകിൻ്റെയൊക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കറിയൊക്കെ ഏകദേശം ഒന്ന് കുറുകി ഒന്ന് ഇതായിട്ട് വരുവാണ്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളകിൻ്റെയൊക്കെ എരിവ് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതൊക്കെ വേണമെന്നുള്ളവർ കുറച്ച് കൂടുതൽ ഇട്ടോളൂ. പിന്നെ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെയുള്ള സെമികളിൽ നല്ല ടേസ്റ്റാണ്. ഈ മീൻകറിയൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയെന്ന് വെച്ചാൽ കിണ്ടി ഇളക്കണ്ട, ചെറുതായിട്ട് മീനൊന്നും പൊടിയാത്ത രീതിയിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നല്ല കുറുകാനൊക്കെ ആയിട്ട് ഒന്നും കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട്. അപ്പം ഈ മീൻകറി, മീറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ശ്രദ്ധിച്ചില്ലേ, കനലിലൊക്കെ കിടന്നിട്ട് സ്ലോ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി പാകത്തിന് ഇതും. നമ്മൾ കൂടുതൽ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പെട്ടെന്ന് അതിൻ്റെ വെള്ളം വറ്റും എന്നല്ല, ചിലപ്പം നമ്മൾ മീറ്റ് ഫിഷൊക്കെയാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് വെന്ത് വരും എന്നൊന്നുമില്ല. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ നമ്മുടെ കറി ഇവിടെ കുക്കായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുള്ള എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്ന് നല്ല മണവും നല്ല തനിനാടൻ കറിയാണേ. അപ്പം നമുക്ക് ഇനി ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങൾ നമ്മളിത് ശരിക്കും ലൈവായിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് കാണിക്കും കേട്ടോ. നമ്മൾ ഉണ്ടാക്കി നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല, നമ്മൾ കഴിക്കുന്നത് നിങ്ങൾ കാണിക്കുകയാണ് സംഭവം. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ രസം ഞാൻ നേരത്തെ കിച്ചണിൽ നിന്ന് ഒഴിച്ചുകൊണ്ട് വന്നു കേട്ടോ. രസം പിന്നെ പൊട്ടാറ്റോയും പിന്നെ സോളയും ഒക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ തോർത്തെടുത്ത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടാൽ ഒരു കുഞ്ഞ് ഒരു മെഴുക്ക് വരട്ടി പോലെ ഒരു സംഭവം അതുണ്ട്. അപ്പോൾ അമ്രൂസിന് ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ മീൻകറി വെക്കുമ്പം കപ്പയോ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, അതാണല്ലോ ഒരു രസം. നമുക്ക് കപ്പയൊന്നും കിട്ടില്ല, അപ്പം നമ്മൾ ഈ പൊട്ടാറ്റോ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ അതുണ്ട്. പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്. ഈ മീനിൻ്റെ പേര് കിളിമീനെന്നോ മറ്റേ ചുമന്ന് നമ്മൾ ഈ ഗോൾഡ് ഫിഷിൻ്റെ കണക്കിരിക്കുന്നൊരു മീനുണ്ടല്ലോ, എനിക്ക് മീനിൻ്റെ പേരൊന്നും അറിയില്ല ഗൈസ്. നിങ്ങൾക്ക് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത് അറിയില്ലല്ലോ, അറിയാനൊരു ആഗ്രഹം കൂടി ചോദിച്ചാണ് കേട്ടോ. ആർക്കും കമൻറ്റ്സ് ഇടാൻ ഭയങ്കര മടിയാണ്. എന്തോ നമ്മളെത്ര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ലാത്തത് കൊണ്ടാണോ എന്തോ എന്തായാലും നല്ല വിഷമമുണ്ട് ഗൈസ്. അപ്പോൾ കമൻസ് ഒക്കെ ഇട്ട് മാക്സിമം നമ്മളെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യൂ.
അപ്പോൾ ഫിഷ് ഫ്രൈ ഉണ്ട്. പിന്നെ ചൂരയുടെ എനിക്ക് വാലാണ് കേട്ടോ ഇഷ്ടം. നമ്മൾ മറ്റേ ഷോർട്സിലൊക്കെ പറയുന്ന നമുക്ക് ലെഗ് പീസാണ് നമുക്ക് ചിക്കൻ്റെ ഇഷ്ടമെങ്കിൽ ഇവിടെ നമുക്ക് ഇഷ്ടം എന്ന് പറയുന്നത് മീനിൻ്റെ വാലാണ്. നമ്മൾ ഈ വാല് കാല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിഷ്ടം. അപ്പോൾ നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല വറുത്തെടുത്തതാണ്. അപ്പോൾ അമൃതത്തിന് ഫിഷ് ഫ്രൈ മീനൊക്കെ ഭയങ്കര മസ്റ്റാണ് കേട്ടോ. ഇവിടെ അമൃതത്തിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. പിന്നെ നമുക്ക് എന്നും രസം മിക്കവാറും രസം ഇവിടെ വെക്കും കേട്ടോ. രസം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അമൃതത്തിന് ചോറിൻ്റെ കൂടെ വേറെ എന്തില്ലെങ്കിലും വേണ്ടിയില്ല, രസം അമൃതത്തിന് മസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ എപ്പോഴും രസമൊക്കെ വെക്കും. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ നമ്മൾ ചൂടാക്കി ആ സത്ത് വരുമ്പോഴാണല്ലോ ശരിക്കും ആ ഒരു ടേസ്റ്റ് വരുന്നത്. രസമുണ്ട്. നമ്മുടെ അടിപൊളി മീൻകറി നമ്മളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് മീനിൻ്റെ പീസൊക്കെ വെച്ച് അങ്ങ് തിന്നുകയാണ്. അപ്പം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല നാട്. എനിക്ക് സത്യം പറഞ്ഞാൽ കഴിച്ചപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് എൻ്റെ ഉമ്മൂമ്മയാണ്. നമ്മൾ വല്ലപ്പോഴൊക്കെ അവിടെ കഴിക്കാനായിട്ട് പോകും. അപ്പം പുള്ളിക്കാരി നല്ല മുളകിട്ട കറി നന്നായിട്ട് വെക്കും കേട്ടോ. വളരെ പെട്ടെന്ന് വെക്കുന്ന, ഭയങ്കര സ്ലോ കുക്ക് ചെയ്ത് വിറകടുപ്പിലൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ആ ഒരു ഫുഡിൻ്റെ ഒരു ടേസ്റ്റൊക്കെ എനിക്ക് വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിക്കുകയാണ്. നമുക്ക് ഇന്ന് ഇതൊക്കെയാണ് സ്പെഷ്യൽ. അൽഹംദുലില്ലാ നമുക്ക് ഇത്രയും ഹയറായിട്ട് കിട്ടുന്നുണ്ടല്ലോ, അത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ കുക്കിങ്ങും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഇനിയും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളെല്ലാവരും കൂടുതലൊന്നും വേണ്ട ഗൈസ്, എല്ലാവരും ഓരോ സബ്സ്ക്രൈബ് വെച്ച് തന്ന് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യൂ. നമുക്ക് ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം. നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ പറ്റൂ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾക്ക് എത്ര വിലപ്പെട്ടതാണെന്ന് അറിയുമോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ്. ഒരിക്കലും ഇത്രയോടെ എത്തുമെന്ന് വിചാരിച്ചു. നമ്മൾ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അപ്പോൾ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുവരെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ടെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ പുതിയ വീഡിയോസ് കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടൂ. ഓക്കെ. അപ്പോൾ ഇനി നല്ല അടുത്തടുത്ത ഫണ്ണീസ്റ്റൊക്കെ ആയിട്ടുള്ള അടിപൊളി വീഡിയോസ് ഉണ്ട്. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നതനുസരിച്ച് നമുക്ക് പുതിയ ഐറ്റംസ് ഇറക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ലൈവൊക്കെ ചെയ്യാം എന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് ഗായ്സ്. എല്ലാവരെ പോലെയും നമുക്കും കുറേ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പം കീപ് സപ്പോർട്ട് ഗായ്സ്. നമ്മളെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. ഇനി സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് നമ്മളെ വീണ്ടും സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ പറയാം. അപ്പോൾ ഇനി നല്ലൊരു അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. പിന്നെ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ടാറ്റാ ബൈ. അസ്സലാമു അലൈക്കും.